വെൽക്കം ടു മെക്ഫിറ്റ്. ഇത് നമുക്ക് നോക്കാനുള്ളത് കഴിഞ്ഞ നമ്മൾ നിർത്തിയ ടോപ്പിക്കാണ് ടാബ്ഡൽ സൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടാബ്ഡൽ സൈസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫോർമുല അറിയായിരുന്നു. ആ മേജർ ഡയമീറ്ററിൽ നിന്ന് 2 ഇൻറ്റു ഡെപ്ത് മൈനസ് ചെയ്യുക. ഈ ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറഞ്ഞാൽ മെട്രിക്കിൻ്റെ കേസിൽ 0.6134 ഇൻറ്റു പി ആണ്, അതിൻ്റെ പിച്ചാണ്. ഈ പിച്ച് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യന് തന്നിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് M10 1.5 ആണ് പിച്ച് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്നത് 1.5 ആണ്. മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 ആണ്. ഇതിൽ നമ്മൾ ഈ 0.6134 എന്ന് പറഞ്ഞ വാല്യൂ ഒന്ന് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട. നമുക്ക് എളുപ്പം ആൻസറിൽ എത്താനായിട്ട് 1.2 ഇൻറ്റു ആ പിച്ച് ഏതാണോ തന്നിരിക്കുന്നത് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1.5 ആണെന്നുണ്ടെങ്കിൽ 1.2 ഇൻറ്റു 1.5 ചെയ്യുക. ഓക്കെ, 10 മൈനസ് 1.8 എന്ന് കിട്ടും. ഈ വാല്യൂ അല്ല ഓപ്ഷനിൽ തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് 100% ത്രെഡ് ഫോർമേഷൻ ആണ്. അതിൻ്റെ വാല്യൂ വരുന്നത് 8.2 ആണെന്ന് ഓർക്കുക, ടാബ് ഡ്രില്ലിൻ്റെ സൈസ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഓരോ വാല്യൂസും നമ്മൾ നോക്കി വെച്ചേക്കുക. ഇപ്പോൾ അവർ ടാബ് ഡ്രിൽ സൈസ് തന്നിരിക്കുന്നത് ഈ ടേബിളിൽ ആ പിച്ച് മൈനസ് ചെയ്ത വാല്യൂസാണ്. ഓക്കെ, ഇപ്പോൾ 8 1.25 മൈനസ് ചെയ്ത് 6.75 ആണ്, സ്റ്റാൻഡേർഡ് വാല്യൂ 6.8. അതുപോലെ 10 1.5 ചെയ്യുമ്പോൾ 8.5, 16 നോട്ട് ചെയ്ത് വെച്ചേക്കുക. 2 പിച്ച് വരാൻ നേരത്ത് അത് 14 ആണ്. 20 അതേപോലെ നോട്ട് ചെയ്യുക, 2.5 17.5 ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇഞ്ചസിലുള്ള വാല്യൂസ് വരുമ്പോഴുള്ള കേസാണ്. അപ്പോൾ ഇഞ്ചസിലുള്ള വാല്യൂസ് വരാൻ നേരത്ത് അതിലൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഇപ്പോൾ 1/8 ഇഞ്ചുള്ള നോമിനൽ ഡയമീറ്റർ ആണെങ്കിൽ അവിടെ ത്രെഡ്സ് പെർ ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളൊരു ഫോർമുലയുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ മേജർ ഡയമീറ്റർ മൈനസ് 1/, ത്രെഡ്സ് പെർ ഇഞ്ചാണ്. അതായത് ഒരു ഇഞ്ചിൽ എത്ര ത്രെഡ്സ് വരും. ഇതൊരു ഇഞ്ചാണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ത്രെഡ്സ് വരും എന്നുള്ളതാണ്. അപ്പോൾ ഒരു 40 ത്രെഡ്സ് വരുന്ന കേസിൽ മേജർ ഡയമീറ്റർ എന്ന് പറയുന്ന 1/8 ഇഞ്ചും അതിൽ നിന്ന് 1/40 ഇഞ്ച് മൈനസ് ചെയ്യാൻ നേരത്തായിരിക്കും നമുക്ക് അതിൻ്റെ സൈസ് കിട്ടുന്നത്. അത് ഇഞ്ചസിലായിരിക്കും കിട്ടുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് mm-ലുള്ള സൈസാണ്, 2.5. ഓക്കെ, അതുപോലെ തന്നെ ഈ 5/32 ആണ് അതിൻ്റെ ത്രെഡ്സ് പെർ ഇഞ്ച് വരുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3.2 mm ആയിരിക്കും. ഇതേപോലെ നമുക്ക് ഇതിലൊരു എക്സാമ്പിളായിട്ട് ഇഞ്ചസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ BSW ഇഞ്ച് യൂണിഫൈഡ് ത്രെഡ് ഫോർമുലയാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ടാബ് ഡ്രിൽ സൈസ് എന്ന് പറയുന്നത് മേജർ ഡയമീറ്റർ മൈനസ് 1/, നമ്പർ ഓഫ് ത്രെഡ്സ് പെർ ഇഞ്ച്. ഒരു ഇഞ്ചിൽ എത്ര ത്രെഡ്സ് കാണും. അപ്പോൾ ഈ ഫോർമുല എന്തായാലും അറിഞ്ഞിരിക്കണം. നമുക്ക് ടാബ് ഡ്രിൽ സൈസ് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ മേജർ ഡയമീറ്റർ മൈനസ് 2 ഇൻറ്റു ഡെപ്ത് അറിയായിരിക്കും. അതുപോലെ തന്നെ ഇഞ്ച് വരുന്ന കേസിൽ മേജർ ഡയമീറ്റർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ത്രെഡ്സ് എന്നുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. പ്രോബ്ലമാറ്റിക് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇതിൽ നിന്ന്. അപ്പോൾ ഈ ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ടാബ് ഡ്രിൽ സൈസ് 5/8 യൂണിഫൈഡ് ത്രെഡിൻ്റെ കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യൂണിഫൈഡ് നാഷണൽ ത്രെഡ്. ഓക്കെ, അപ്പോൾ അതിൽ 5/8 ഇഞ്ചസ് അതിൻ്റെ മേജർ ഡയമീറ്റർ ആയിട്ട് വരും, മൈനസ് 1/, നമ്പർ ഓഫ് ത്രെഡ്സ് എന്ന് പറയുന്നത് 11 ഇഞ്ചസ് ആണ്. അപ്പോൾ നമുക്ക് ആ ടേബിളിൽ നോക്കാം. അത് ഇപ്പോൾ 5/8ൻ്റെ കേസ് നോക്കാൻ നേരത്ത് ഇവിടെ 11 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, 11 ത്രെഡ്സ് പെർ ഇഞ്ചാണ് വരുന്നത്. ഈ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ 14 എന്ന് പറയുന്ന mm-ലുള്ള വാല്യൂ ആണ്. ഓക്കെ, അതിൻ്റെ ഇഞ്ചസിലെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ നേരത്ത് 0.534 ഇഞ്ചസ് വരും. അപ്പോൾ നെക്സ്റ്റ് ഡ്രിൽ സൈസ് എന്ന് പറയുന്നത് ഈ 17/32 ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്ന റൗണ്ട് ചെയ്തിരിക്കുന്നത് 0.531 ഇഞ്ചസ് ആണ്. അത് നമ്മൾ 0.531 ഇഞ്ചസിന് 25.34 അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ 14നോട് അടുത്ത വാല്യൂ കിട്ടും. അതാണ് ഇവിടെ 5/8ൻ്റെ mm-ലുള്ള സൈസ് എന്ന് പറയുന്നത്, ടാബ് ഡ്രിൽ സൈസ് എന്ന് പറയുന്നത് 14 കൊടുത്തിരിക്കുന്നത്. ഇഞ്ചസിൽ ചോദിക്കുവാണെങ്കിൽ 17/32 അല്ലെങ്കിൽ 0.531 ഇഞ്ചസ് ആണ്. ഇതുപോലെ തന്നെ നമുക്ക് ചോദിച്ചിരിക്കുന്ന നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് M20 തന്നിട്ടുണ്ട്. BSW 3/8 ഇഞ്ചിലുള്ളതും കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂസും കൂടെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക.
ഇപ്പം 20ൻ്റെ കേസ്. ഇപ്പം 20ൻ്റെ കേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പം 20 2.5 പിന്നെ ക്യാപിറ്റൽ സൈസ് എന്ന് പറയുന്നത് 17.5 ആണ്. 75% ഒക്കെ വരുന്ന ആ ത്രെഡിന് വേണ്ടത്. അപ്പോൾ 100% ആയിട്ടുള്ള ഒരു കേസാണ് അവർ പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുലയിൽ ഇട്ടിട്ട് ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇക്വേഷൻ പഴയത് തന്നെയാണ്. മേജർ ഡയമീറ്റർ മൈനസ് 2 ഇൻറ്റു ഡെപ്ത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കട്ടിംഗ് സ്പീഡ്, RPM, അതിനെക്കുറിച്ചാണ് ഡ്രില്ലിങ്ങിൻ്റെ. ഇപ്പോൾ ഇതിൽ നിന്ന് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കട്ടിംഗ് സ്പീഡിൻ്റെ വാല്യൂ ആയിരിക്കും. സാധാരണയായിട്ട് ചോദിക്കാറുള്ള അലൂമിനിയത്തിൻ്റെ കട്ടിംഗ് സ്പീഡിൻ്റെ വാല്യൂ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ, മൈൽഡ് സ്റ്റീലിൻ്റെ വാല്യൂ ചോദിക്കാറുണ്ട്. ഓപ്ഷനിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ 30 ആയിരിക്കും. ഓക്കെ, 30 മീറ്റർ പെർ മിനിറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് കട്ടിംഗ് സ്പീഡ് എന്ന് നോക്കാം. കട്ടിംഗ് സ്പീഡ് ഈസ് ദ സ്പീഡ് അറ്റ് വിച്ച് ദ കട്ടിംഗ് എഡ്ജ് പാസസ് ഓവർ ദ മെറ്റീരിയൽ വൈൽ കട്ടിംഗ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഡ്രില്ലിൻ്റെ കട്ടിംഗ് എഡ്ജ് ആ മെറ്റീരിയലിലേക്ക് പാസ് ചെയ്യുമ്പോഴുള്ള ആ സ്പീഡിനെ പറയുന്ന പേരാണ് കട്ടിംഗ് സ്പീഡ്. അത് എക്സ്പ്രസ് ചെയ്യുന്ന അതിൻ്റെ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കട്ടിംഗ് സ്പീഡ് വി മീറ്റർ പെർ മിനിറ്റ്. മീറ്റർ പെർ മിനിറ്റിലാണ് ഇവിടെ കട്ടിംഗ് സ്പീഡ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ കട്ടിംഗ് സ്പീഡിന് ചില സമയങ്ങളിൽ സർഫസ് സ്പീഡെന്നും അല്ലെങ്കിൽ പെരിഫറൽ സ്പീഡെന്നും പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റൊരു പേര് സർഫസ് സ്പീഡ് അല്ലെങ്കിൽ പെരിഫറൽ സ്പീഡ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് അധികം ഇമ്പോർട്ടൻ്റ് അല്ല. ഇപ്പോൾ കട്ടിംഗ് സ്പീഡിൻ്റെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന അതിൻ്റെ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മീറ്റർ പെർ മിനിറ്റ് ആണ്. പിന്നെ ഈ ടൂൾ മാനുഫാക്ചേഴ്സ് യൂഷ്വലി പ്രൊവൈഡ് എ ടേബിൾ ഓഫ് കട്ടിംഗ് സ്പീഡ് റിക്വയർഡ് ഫോർ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. ഡിഫറെൻറ്റ് മെറ്റീരിയൽസിന് ഡിഫറെൻറ്റ് കട്ടിംഗ് സ്പീഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ സെലക്ഷൻ ഓഫ് ദ റെക്കമെൻഡഡ് കട്ടിംഗ് സ്പീഡ് ഫോർ ഡ്രില്ലിംഗ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ ടു ബി ഡ്രിൽഡ് ആൻഡ് ദ ടൂൾ മെറ്റീരിയൽ. ഏത് ടൂൾ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് മെറ്റീരിയലാണ് നമ്മൾ ഡ്രില്ല് ചെയ്യേണ്ടത്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കട്ടിംഗ് സ്പീഡ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദ റെക്കമെൻഡഡ് കട്ടിംഗ് സ്പീഡ് ഫോർ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആർ ഗിവൺ ഇൻ ടേബിൾ. ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ കട്ടിംഗ് സ്പീഡ് റെക്കമെൻഡഡ് ദ RPM അറ്റ് വിച്ച് ഡ്രിൽ ഈസ് ടു ബി ഡ്രിവൺ ഈസ് ഡിറ്റർമിൻഡ്. അപ്പോൾ നമുക്ക് കട്ടിംഗ് സ്പീഡ് തന്നു കഴിഞ്ഞാൽ ആ ഡ്രില്ല് റൊട്ടേറ്റ് ചെയ്യേണ്ട RPM കണ്ടുപിടിക്കാൻ പറ്റും. റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ് RPM എന്ന് പറയുന്നത്. അപ്പോൾ കട്ടിംഗ് സ്പീഡ് കാൽക്കുലേഷനിലായിട്ട് ഇപ്പോൾ കട്ടിംഗ് സ്പീഡിൻ്റെ ഫോർമുല നമുക്കറിയാം. V = πdN/1000. ഓക്കെ, πdN/1000. ഇപ്പോൾ ഈ 1000 കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ D എന്ന് പറഞ്ഞ വാല്യൂ mm-ലായിരിക്കും തരിക. അപ്പോൾ അത് മീറ്ററിൽ തന്നെന്ന് ഓർത്തോ. അപ്പോൾ ഈ 1000ൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ πdN/1000 എന്ന് പറഞ്ഞ ഫോർമുലയിൽ ഈ 1000 വരാനുള്ള കാരണം ഇവിടെ ഡയമീറ്റർ mm തരുന്നതുകൊണ്ടാണ്. ഓക്കെ, നമ്മുടെ യൂണിറ്റ് കട്ടിംഗ് സ്പീഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ മിനിറ്റ് ആയതുകൊണ്ട് നമ്മളത് 1000 വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ RPM കണ്ടുപിടിക്കാൻ നേരത്ത് ഇത് ഈക്വേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ RPM കണ്ടുപിടിക്കാനായിരിക്കും. കാൽക്കുലേറ്റ് ദ RPM ഫോർ എ ഹൈ സ്പീഡ് സ്റ്റീൽ ഡ്രില്ല് 524 mm ടു കട്ട് മൈൽഡ് സ്റ്റീൽ. ഇപ്പോൾ 24 mm ഉള്ള ഹൈ സ്പീഡ് സ്റ്റീൽ വെച്ചിട്ട് നമുക്ക് മൈൽഡ് സ്റ്റീൽ കട്ട് ചെയ്യണം എങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട ഡ്രില്ലിൻ്റെ RPM എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് കണ്ടുപിടിക്കാം. നമുക്കറിയാവുന്ന ഫോർമുല എഴുതുക. V = πdN/1000. അതിൽ V നമുക്ക് 30 എടുക്കാം. ഓക്കെ, അപ്പം മൈൽഡ് സ്റ്റീലിനെ നേരത്തെ പറഞ്ഞായിരുന്നു 20 to 30 ആണ്. ടേബിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ 30 ആയിട്ട് എടുത്തു. പൈ എന്ന് പറയുന്നത് 3.14. D എന്ന് പറയുന്നത് 24 mm ആണ്. N ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. N അവിടെ നിർത്തുക /1000. ഈ രീതിയിൽ ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ RPM കണ്ടുപിടിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് പ്രിഫറബിൾ ടു സെറ്റ് ദ സ്പിൻഡിൽ സ്പീഡ് ടു ദ നിയറസ്റ്റ് അവൈലബിൾ ലോവർ റേഞ്ച്. ഇപ്പം ഈ സ്പിൻഡിലിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ലോവർ റേഞ്ചിൽ സെറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ദ RPM വിൽ ഡിഫർ അക്കോർഡിംഗ് ടു ദ ഡയമീറ്റർ ഓഫ് ദ ഡ്രിൽ. അപ്പോൾ ഈ ഡ്രില്ലിൻ്റെ ഡയമീറ്റർ മാറുന്നതനുസരിച്ച് RPM ചേഞ്ച് ചെയ്യും. ദ കട്ടിംഗ് സ്പീഡ് ബീയിങ് സെയിം, ലാർജ് ഡയമീറ്റർ ഡ്രിൽസ് വിൽ ഹാവ് ലെസർ RPM ആൻഡ് സ്മോൾ ഡയമീറ്റർ ഡ്രിൽസ് വിൽ ഹാവ് ഹയർ RPM. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് തന്നെ മനസ്സിലാവും RPM-ഉം DU ആയിട്ടുള്ള റിലേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. RPM കൂടാൻ നേരത്ത് ഡയമീറ്റർ കുറയും. അത് തന്നെയാണ് അവർ
വലിയ വാക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. ലാർജർ ഡയമീറ്റർ ഡ്രിൽസ് വിൽ ഹാവ് ലെസർ RPM ആൻഡ് സ്മോളർ ഡയമീറ്റർ ഡ്രിൽസ് വിൽ ഹാവ് ഹയർ RPM. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇക്വേഷനിൽ നിന്ന് തന്നെ മനസ്സിലാവും, അതൊന്നും കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ റെക്കമെൻഡഡ് കട്ടിംഗ് സ്പീഡ്സ് ആർ അച്ചീവ്ഡ് ഓൺലി ബൈ ആക്ച്വൽ എക്സ്പെരിമെൻറ്റ്. പിന്നെ ഈ റെക്കമെൻഡഡ് കട്ടിംഗ് സ്പീഡ് നമുക്ക് ആക്ച്വൽ എക്സ്പെരിമെൻറ്റ് വഴിയേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പം അലൂമിനിയത്തിൻ്റെ കേസ്, അതിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ എപ്പോഴും ചോദിക്കാറുള്ള 70 to 100. അതിൽ ഈ 70 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും ഓപ്ഷനിൽ എപ്പോഴും കാണുക, m/min. പിന്നെ ബ്രാസ് 35 to 50, ബ്രോൺസ് 20 to 35, കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് 25 to 40. ഇപ്പം PSCക്ക് ഇഷ്ടമുള്ള ഏരിയ നമ്മളും കൂടെ അറിഞ്ഞിരിക്കണം, ഈ കാസ്റ്റ് അയൺ. ഓക്കെ, കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞത് 20 to 40. സ്റ്റീല് എന്ന് പറയുന്നത് 20 to 30. കോപ്പർ ഈ ബ്രാസ് കണ്ടൻ്റൊക്കെ ഒരു 35 to 40 ആ റേഞ്ചാണെന്ന് ഓർക്കുക. 35 വരുന്ന റേഞ്ച് 20 to 35 ബ്രോൺസ്. കോപ്പർ എന്ന് പറയുന്നത് 35 to 45. ബ്രാസ് എന്ന് പറയുന്നത് 35 to 50. പിന്നെ സ്റ്റീലിൽ തന്നെ അലോയ് സ്റ്റീലുണ്ട്, ഹൈ ടെൻസൈൽ സ്റ്റീലുണ്ട്. അതിന് വളരെ കുറവായിരിക്കും, 5 to 8 ആണ് അവിടുത്തെ കട്ടിംഗ് സ്പീഡ് വരുന്നത്. പിന്നെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്, അതിന് 20 to 30 ആണ്. ലോ സ്പീഡ് ഡ്യൂ ടു അബ്രസീവ് പ്രോപ്പർട്ടീസ്. അബ്രസീവ് പ്രോപ്പർട്ടീസ് കാരണം ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് 20 to 30 ആണെന്ന് ഓർക്കുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അലൂമിനിയത്തിൻ്റെ വാല്യൂ അറിഞ്ഞിരിക്കുക, അലൂമിനിയം. ഓക്കെ, അതുപോലെ തന്നെ കാസ്റ്റ് അയണിൻ്റെ വാല്യൂ, സ്റ്റീലിൽ തന്നെ ഹൈ ടെൻസൈൽ എന്ന് നോട്ട് ചെയ്ത് വെച്ചുക 5 to 8. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കൂടെ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ഫീഡാണ്. ഫീഡ് എന്ന് പറയുന്നത് ഈസ് ദ ഡിസ്റ്റൻസ് ഡ്രിൽ അഡ്വാൻസസ് ഇൻ ടു ദ വർക്ക് ഇൻ വൺ കംപ്ലീറ്റ് റൊട്ടേഷൻ. അതായത് ഒരു തവണ ഡ്രില്ല് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എത്രത്തോളം ഡിസ്റ്റൻസ് അഡ്വാൻസ് ചെയ്യുന്നുണ്ട്, ഉള്ളിലേക്ക് കയറുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഫീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫീഡ് ഇസ് ദ ഡിസ്റ്റൻസ് ഡ്രിൽ അഡ്വാൻസസ് ഇൻ ടു ദ വർക്ക് ഇൻ വൺ കംപ്ലീറ്റ് റൊട്ടേഷൻ. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ നടക്കാൻ നേരത്ത് എത്രത്തോളം വർക്ക് അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. ഫീഡ് എക്സ്പ്രസ് ചെയ്യുന്നത് hundreds of a millimeter per rotation of the spindle, അല്ലെങ്കിൽ millimeter per revolution. ഇതാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫീഡ് എക്സ്പ്രസ് ചെയ്യുന്നത് millimeter per revolutionലാണെന്ന് ഓർക്കുക. ഇപ്പോൾ എക്സാമ്പിൾ 0.04 mm per rotation of the spindle. The rate of feed is depend upon number of factors. അപ്പോൾ ആ റേറ്റ് ഓഫ് ഫീഡ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന്, ഫിനിഷ് റിക്വയർഡ് ആൻഡ് മെറ്റീരിയൽ ടു ബി ഡ്രിൽ, എത്രത്തോളം ഫിനിഷ് വേണം, പിന്നെ ഏത് മെറ്റീരിയലാണ് നമുക്ക് ഡ്രിൽ ചെയ്യാനുള്ളത്. ഫിനിഷ് റിക്വയർഡ് ആൻഡ് മെറ്റീരിയൽ ഓഫ് ഡ്രില്ല്, ആ ഡ്രില്ലിൻ്റെ മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ്. പിന്നെ ഏത് മെറ്റീരിയലാണ് ഡ്രില്ല് ചെയ്യേണ്ടത്. പിന്നെ ഫാക്ടേഴ്സ് ലൈക്ക് റിജിഡിറ്റി ഓഫ് ദ മെഷീൻ, ഇപ്പോൾ നമ്മളെ റിജിഡ് ആണോ എന്ന് നോക്കും. പിന്നെ ഹോൾഡിംഗ് ഓഫ് ദ വർക്ക് പീസ് ആൻഡ് ദ ഡ്രിൽ, അപ്പോൾ ആ വർക്ക് പീസ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്, ഡ്രില്ലും വർക്ക് പീസും ഹോൾഡ് ചെയ്തിരിക്കുന്നത്. വിൽ ഓൾസോ ഹാവ് ടു ബി കൺസിഡർഡ് വൈൽ ഡിറ്റർമിനിങ് ദ ഫീഡ് റേറ്റ്. ഇഫ് ദീസ് ആർ നോട്ട് ടു ദ റിക്വയർഡ് സ്റ്റാൻഡേർഡ്, ഫീഡ് റേറ്റ് വിൽ ഹാവ് ടു ബി ഡിക്രീസ്ഡ്. ഇപ്പോൾ നമുക്ക് റിക്വയർഡ് സ്റ്റാൻഡേർഡിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫീഡ് റേറ്റ് എന്ന് പറയുന്നത് പിന്നെയും കുറയ്ക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരു കറക്റ്റ് റിജിഡ് ആയിട്ടുള്ള ഒരു മെഷീനല്ല, വർക്ക് പീസും ഡ്രില്ലും ഹോൾഡ് ചെയ്തിരിക്കുന്ന പ്രോപ്പറായിട്ടല്ല. അപ്പോൾ ഈ ഫീഡ് റേറ്റിൽ നമ്മൾ കുറവ് വരുത്തേണ്ടതായിട്ട് വരും. ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സജസ്റ്റ് എ പർട്ടിക്കുലർ ഫീഡ് റേറ്റ് ടേക്കിംഗ് ഓൾ ദ ഫാക്ടേഴ്സ് ഇൻ ടു അക്കൗണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫീഡ് റേറ്റ് വെച്ച് നമുക്ക് എല്ലാ മെഷീനിലും ഒരേപോലെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ടേബിൾ എന്ന് പറയുന്നത് അതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ടേബിൾ 1 gives the feed rate which is based on average feed values suggested by the different manufacturers of drills. ഡ്രിൽസ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ റേറ്റ് ഓഫ് ഫീഡാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഡ്രിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 1 to 1.5 ആണെങ്കിൽ അവിടെ 0.04 to 0.06 വരെ നമുക്ക് ഫീഡ് റേറ്റ് കൊടുക്കാം. ഈ 2.5 to 4.5 ആണെങ്കിൽ 0.05 to 0.1. അതിങ്ങനെ 18.1 to 21 വരെ ഉണ്ട്, 0.26 to 0.380. അതിങ്ങനെ ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ്. ഡ്രിൽ ഡയമീറ്റർ കൂടാൻ നേരത്ത് ഈ ഫീഡ് റേറ്റ് കൂടുന്നതായിട്ട് നമുക്ക് കാണാം. Too coarse a feed may result in damage to the cutting edges or breakaging of drill. ഇപ്പോൾ നമുക്ക് ആ ഫീഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് നമ്മൾ കൊടുക്കുന്നത്. Too coarse a feed may result in
ഡാമേജ് ടു ദ കട്ടിംഗ് എഡ്ജസ് ഓർ ബ്രേക്കേജ് ഓഫ് ദ ഡ്രിൽ. കട്ടിംഗ് എഡ്ജിന് ഡാമേജ് വരുത്തുകയോ ആ ഡ്രില്ലിന് ബ്രേക്കേജ് വരികയോ ചെയ്യും, 2 കോഴ്സ് ആണെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ 2 സ്ലോ റേറ്റിലാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത്. ഫീഡ് വളരെ കുറവായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വിൽ നോട്ട് ബ്രിങ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ഫിനിഷ് ബട്ട് മേ കോസ് എക്സസീവ് വിയർ ഓഫ് ദ ടൂൾ പോയിന്റ് ആൻഡ് ലീഡ് ടു ദ ചാറ്ററിങ് ഓഫ് ദ ഡ്രിൽ. അപ്പോൾ ഈ ചാറ്ററിങ് ഓഫ് ദ ഡ്രില്ലിന് കാരണമാകുന്നത് 2 സ്ലോ ഫീഡ് റേറ്റ് ആണെന്ന് ഓർക്കുക. 2 കോഴ്സ് ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ബ്രേക്കേജ് ഓഫ് ദ ഡ്രിൽ അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് ഡാമേജ് വരുമെന്നും ഓർക്കുക. നമ്മൾ ഫീഡ് റേറ്റ് കുറച്ച് വെച്ചുകൊണ്ട് അവിടെ ഫിനിഷ് നമുക്ക് ഇമ്പ്രൂവ് ആവണമെന്നില്ല. അവിടെ എക്സസീവ് വിയർ ആയിരിക്കും ആ ടൂൾ പോയിന്റ് ഉണ്ടാകുന്നത്. അതുമൂലം ഡ്രില്ലിന് ചാറ്ററിങ് സംഭവിക്കും. ഫോർ ഒപ്റ്റിമം റിസൾട്ട്സ് ഇൻ ഫീഡ് റേറ്റ് വൈൽ ഡ്രില്ലിംഗ് ഇറ്റ് ഈസ് നെസറി ടു എൻഷുർ ദ ഡ്രിൽ കട്ടിംഗ് എഡ്ജസ് ആർ ഷാർപ്പ്. അപ്പം ഡ്രില്ലിൻ്റെ കട്ടിംഗ് എഡ്ജസ് ഷാർപ്പ് ആയിരിക്കണം. യൂസ് ടു കറക്റ്റ് ടൈപ്പ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്. കറക്റ്റ് കട്ടിംഗ് ഫ്ലൂയിഡ് ആയിരിക്കണം നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. കട്ടിംഗ് ഫ്ലൂയിഡിനെ കുറിച്ച് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് കട്ടിംഗ് ഫ്ലൂയിഡ് എന്താണ് ജസ്റ്റ് പറഞ്ഞു പോകാം. ബാക്കി ഫ്ലൂയിഡ്സിൻ്റെ നമ്മൾ മെക്ഫിറ്റ് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, കട്ടിംഗ് ഫ്ലൂയിഡ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആർ ദ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ എഫിഷ്യൻറ്റ് കട്ടിംഗ് വൈൽ കട്ടിംഗ് ഓപ്പറേഷൻസ് ടേക്സ് പ്ലേസ്. അപ്പോൾ നമുക്ക് ഈ കട്ടിംഗ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ കട്ടിംഗ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫങ്ഷൻസ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്സ് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ടു കൂൾ ദ ടൂൾ ആസ് വെൽ ആസ് വർക്ക്. ടൂളിനെയും വർക്കിനെയും കൂൾ ചെയ്യുക. ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ചിപ്പ് ആൻഡ് ദ ടൂൾ ഫേസ് ബൈ ലൂബ്രിക്കേറ്റിംഗ്. അപ്പോൾ ആ ചിപ്പും ആ ടൂളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വരുന്ന ആ ഏരിയയിൽ ആ ഫ്രിക്ഷൻ കുറക്കുക. ടു പ്രിവെൻറ്റ് ദ ചിപ്പ് ഫ്രം ഗെറ്റിംഗ് വെൽഡഡ് ടു ദ ടൂൾ കട്ടിംഗ് എഡ്ജ്. അപ്പോൾ ഈ ടൂളിൻ്റെ കട്ടിംഗ് എഡ്ജസിൽ ഈ ചിപ്പ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അതാണ് ഗെറ്റിംഗ് വെൽഡഡ് എന്ന് പറയുന്നത്, അതൊഴിവാക്കുക. ഓക്കെ, ടു ഫ്ലഷ് അവേ ദ ചിപ്സ്. ആ ചിപ്സിനെ ഫ്ലഷ് ചെയ്ത് കളയുക. ഓക്കെ, ടു പ്രിവെൻറ്റ് കൊറോഷൻ ഓഫ് ദ വർക്ക് ആൻഡ് ദ മെഷീൻ. ആ മെഷീൻ്റെയും വർക്കിൻ്റെയും കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് കട്ടിംഗ് ഫ്ലൂയിഡ്സിൽ നിന്ന് അതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. പിന്നെ കുറേ കട്ടിംഗ് ഫ്ലൂയിഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇപ്പം സാധാരണയായിട്ട് കണ്ടുവരുന്നത് അലൂമിനിയത്തിന് ഏതാണ് യൂസ് ചെയ്യുന്നത്? കെറോസിൻ. സ്റ്റീലിൻ്റെ കേസിൽ വരാൻ നേരത്ത് സൊല്യൂബിൾ ഓയിൽ. അങ്ങനെ കുറച്ച് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീൻ ആൻഡ് മൾട്ടിപ്പിൾ സ്പിൻഡിൽ ഹെഡ് ഡ്രില്ലിംഗ് മെഷീനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഫിഗറാണ് ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈച്ച് മെഷീൻ ഈസ് ഫിറ്റഡ് വിത്ത് എ ഡിഫറെൻറ്റ് കട്ടിംഗ് ടൂൾ. അപ്പോൾ ഓരോ മെഷീൻസിലും ഡിഫറെൻറ്റ് കട്ടിംഗ് ടൂൾസ് കാണും. ആസ് എ വർക്ക് മൂവ്സ് ഫ്രം പൊസിഷൻ ടു പൊസിഷൻ എ ഡിഫറെൻറ്റ് ഓപ്പറേഷൻ ഇസ് പെർഫോം. അപ്പോൾ ആദ്യം ഈ പൊസിഷനിലായിരിക്കും വർക്ക് ഇരിക്കുന്നത്. ഓക്കെ, അവിടെ ഒരു വർക്ക് നടന്നതിന് ശേഷം അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ആകും. അപ്പോൾ ഇങ്ങനെ സക്സസീവ് ആയിട്ടുള്ള ഓപ്പറേഷൻ നടക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലാർജ് ബേസ്. അപ്പോൾ ഇതിന് ഒരു ലാർജ് ബേസ് ഉണ്ടായിരിക്കും. ലാർജ് ബേസ്. ഓക്കെ, ലാർജ് ബേസ് സപ്പോർട്ടിങ് എ ലോങ് ടേബിൾ. ലോങ് ടേബിളാണ് ഈ കാണിച്ചിരിക്കുന്നതാണ് ഈ ലോങ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലോങ് ടേബിളിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലാർജ് ബേസ് ഉണ്ടായിരിക്കും. ദ ടോപ്പ് ഓഫ് ദ ടേബിൾ ഈസ് ഡിസൈൻ ഇൻ സച്ച് എ വേ ദാറ്റ് സെവറൽ യൂണിറ്റ്സ് മേ ബി മൗണ്ടഡ് ഓൺ ഇറ്റ്. അപ്പോൾ ഈ ടേബിളിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ആ രീതിയിൽ ഡിസൈൻ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് സെവറൽ യൂണിറ്റ്സ് അവിടെ മൗണ്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, ഈച്ച് സ്പിൻഡിൽ ഇസ് ഡ്രോൺ ബൈ ഇറ്റ്സ് ഇൻഡിവിജ്വൽ ഡയറക്ട്ലി കണക്റ്റഡ് മോട്ടർ. അപ്പോൾ ഓരോ മെഷീൻസിനും ഈച്ച് സ്പിൻഡിൽ ഇൻഡിവിജ്വൽ മോട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ സെപ്പറേറ്റ് മോട്ടറായിരിക്കും ഓരോ മെഷീനിലും ഉണ്ടായിരിക്കുക. ആ ഈച്ച് സ്പിൻഡിൽ എന്ന് പറയുന്നത് ആ മോട്ടർ വെച്ചായിരിക്കും, ഇൻഡിവിജ്വലി ഡയറക്ട്ലി കണക്റ്റഡ് മോട്ടർ വെച്ചായിരിക്കും ഡ്രിവൺ ചെയ്യുന്നത്. ടേബിൾ ഹാസ് എ ഗ്രൂവ് അറൗണ്ട് ദ ഔട്ട്സൈഡ് ഫോർ ദ റിട്ടേൺ ഓഫ് ദ കട്ടിംഗ് ലൂബ്രിക്കൻറ്റ് ആൻഡ് മേ ഹാവ് ടീ സ്ലോട്ട്സ് ഓൺ ഇറ്റ് സർഫസ് ഫോർ ഈ സ്റ്റാമ്പിങ് ഇൻ വർക്ക് ടു ദ ടേബിൾ. അപ്പോൾ ഈ ടേബിളിലെന്ന് പറയുന്നത് ഗ്രൂവ് കൊടുത്തിട്ടുണ്ട്. ഗ്രൂവ് അറൗണ്ട് ദ ഔട്ട്സൈഡ് ഫോർ ദ റിട്ടേൺ ഓഫ് ദ കട്ടിംഗ് ലൂബ്രിക്കൻറ്റ്. അപ്പോൾ ആ കട്ടിംഗ് ലൂബ്രിക്കൻറ്റ് റിട്ടേൺ വരാനായിട്ട് അതിലൊരു ഗ്രൂവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ടീ സ്ലോട്ട്സ് നമുക്ക് ഈ ഫിഗറിൽ നോക്കുമ്പോൾ കാണാം, ടീ സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് വർക്ക് ക്ലാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദിസ് ടൈപ്പ് ഓഫ് മെഷീൻ ഇസ് ജനറലി, ഇപ്പം PSC പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വരാറുള്ള ക്വസ്റ്റ്യൻ, ദിസ് ടൈപ്പ് ഓഫ് മെഷീൻ ഇസ് ജനറലി പ്രിഫേർഡ് വെൻ ദ വർക്ക് ഈസ് ടു ബി മൂവ്ഡ് ഫ്രം സ്പിൻഡിൽ ടു സ്പിൻഡിൽ ഫോർ സക്സസീവ് ഓപ്പറേഷൻ. ഇപ്പോൾ ഒരു സ്പിൻഡിലിൽ നിന്ന് അടുത്ത സ്പിൻഡിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ വർക്ക്. അപ്പോൾ ഈ സക്സസീവ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സ്പിൻഡിൽ ഹെഡ് ഡ്രില്ലിംഗ് മെഷീനാണ്.
ഈ കാണുന്നതാണ് മൾട്ടിപ്പിൾ സ്പിൻഡിൽ ഹെഡ് ഡ്രില്ലിംഗ് മെഷീൻ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, മൾട്ടിപ്പിൾ സ്പിൻഡിൽ ഹെഡ് ഡ്രില്ലിംഗ് മെഷീൻ മേ ഹാവ് എനി നമ്പർ ഓഫ് സ്പിൻഡിൽസ്. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ സ്പിൻഡിലാണ്, സ്പിൻഡിലിൻ്റെ എണ്ണം കൂടുതലാണ്, ഫ്രം 4 to 48 or more, all driven from the one spindle drive gear in one head. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡ്രിവൺ ചെയ്യാനായിട്ട് ഒരു സ്പിൻഡിൽ ഡ്രൈവ് ഗിയർ കാണും. ഓക്കെ, the multiple spindle head drilling machine is specially designed for mass production operations such as drilling, reaming or tapping many holes at one time in a specific unit of work such as an automobile engine block. ഒരു ഓട്ടോമൊബൈൽ എൻജിൻ ബ്ലോക്കിൽ സെപ്പറേറ്റ് ഹോൾസ് പല സൈഡിൽ നിന്നൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതിൽ ഡ്രില്ലിങ്, റീമിങ്, ടാപ്പിങ്, മെനി ഹോൾസ് അറ്റ് വൺ ടൈം, ഒരു ടൈമിൽ പല സൈഡിൽ നിന്നായിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം. അപ്പം അത്തരം കേസുകളിൽ മാസ് പ്രൊഡക്ഷൻ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ മൾട്ടിപ്പിൾ സ്പിൻഡിൽ ഹെഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക. ഓക്കെ, ദെയർ മേ ബി 2 or more ഡ്രിൽ ഹെഡ്സ് ഓൺ വൺ മെഷീൻ. അപ്പോൾ ഇതിലെന്ന് പറയുന്ന ഒരു മെഷീനിൽ തന്നെ 2 or more ഡ്രിൽ ഹെഡ്സ് കാണും, ഈച്ച് വിത്ത് മെനി സ്പിൻഡിൽസ്. ആ ഹെഡ്സിന് മെനി സ്പിൻഡിൽസ് കാണും. ദിസ് ഈസ് നെസസറി വെൻ ഹോൾസ് ആർ ഡ്രിൽഡ് ഫ്രം മോർ ദാൻ വൺ ഡയറക്ഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു, അപ്പോൾ നമുക്ക് മോർ ദാൻ വൺ ഡയറക്ഷൻ, ഇപ്പോൾ ഇവിടെ നിന്ന് ഹോൾ ഡ്രിൽ ചെയ്യണം, സൈഡിൽ നിന്ന് ഹോൾ ഡ്രിൽ ചെയ്യണം. അത്തരം കേസുകളിലൊക്കെ നമ്മൾ ഈ മൾട്ടിപ്പിൾ സ്പിൻഡിൽ ഹെഡ് ഡ്രില്ലിംഗ് മെഷീനാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് നെസസറി വെൻ ഹോൾസ് ആർ ഡ്രിൽഡ് ഫ്രം മോർ ദാൻ വൺ ഡയറക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഓൺ ദ ടോപ്പ് സൈഡ് ആൻഡ് ദ എൻഡ് ഓഫ് എ പീസ് ഓഫ് എ വർക്ക്. പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഓഫ് ദിസ് ടൈപ്പ് ആർ seldom used in tool room that usually does highly skilled work. അപ്പോൾ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ടൂൾ റൂം. ഓക്കെ, ഹൈലി സ്കിൽഡ് വർക്ക് വേണ്ടിടത്ത് ടൂൾ റൂമുകളിലാണ് നമ്മൾ മെയിൻലി ഈ മൾട്ടിപ്പിൾ സ്പിൻഡിൽ ഹെഡ് യൂസ് ചെയ്യുന്നത്. മാസ് പ്രൊഡക്ഷൻ എന്നുള്ള കീവേഡ് ഓർത്തിരിക്കുക. പിന്നെ ഓട്ടോമൊബൈൽ എൻജിൻ ബ്ലോക്ക്, അത് കീവേഡായിട്ട് യൂസ് ചെയ്യാം വേണമെങ്കിൽ, എക്സാമ്പിൾ വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ.